everyone, welcome to Edfill Learning. 2023 മാർച്ചിൽ നടന്ന KTET കാറ്റഗറി 2 സോഷ്യൽ സയൻസിന്റെ PYQ അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. So let's start our video. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവിന്റെ പേരെഴുതുക. ഓപ്ഷൻസ്: ഓപ്ഷൻ എ മെഗസ്തനീസ്, ബി കൗഡില്യൻ, സി വരാഹമിഹിരൻ, ഡി അമരസിംഹൻ. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി കൗഡില്യൻ ആണ്. നമുക്കറിയാം ചന്ദ്രഗുപ്ത മൗര്യന്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു കൗഡില്യൻ. ഇദ്ദേഹത്തിന് മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്, ചാണക്യൻ എന്ന പേരിലും. BC 4-ാം നൂറ്റാണ്ടിലാണ് ഇദ്ദേഹത്തിന്റെ അർത്ഥശാസ്ത്രം എന്ന പ്രബന്ധം എഴുതുന്നത്. രാഷ്ട്രതന്ത്രം, സാമ്പത്തിക ശാസ്ത്രം എന്നിവയിൽ എന്നേക്കും മികച്ച കൃതികളിൽ ഒന്നായി ഇത് ഇന്നും കരുതപ്പെടുന്നു. രണ്ടാമത്തെ ചോദ്യം വരുന്നത് അശോകൻ ഉൾപ്പെടുന്ന രാജവംശം ഏതാണ്? അശോക ബിലോങ്സ് ടു ദ ഡൈനാസ്റ്റി ഓഫ് ഡാഷ്. ഓപ്ഷൻസ്: എ ഗുപ്തന്മാർ, ബി ശാകന്മാർ, സി ശതവാഹനന്മാർ, ഡി മൗര്യന്മാർ. ആൻസർ വരുന്നത് മൗര്യന്മാർ. നമുക്കറിയാം അശോക ചക്രവർത്തി മൗര്യ സാമ്രാജ്യത്തിലെ രാജാവായിരുന്നു. അശോക ചക്രവർത്തി മൗര്യ സാമ്രാജ്യത്തിലെ ഭരണാധികാരിയായിരുന്നു. അശോക മൗര്യൻ, മഹാനായ അശോകൻ എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നു. BC 269 തൊട്ട് BC 232 വരെയാണ് അദ്ദേഹത്തിന്റെ ഭരണകാലം. അടുത്ത ക്വസ്റ്റ്യൻ: ചുവടെ നൽകിയിരിക്കുന്നതിൽ ഈജിപ്ഷ്യൻ സംസ്കാരവുമായി ബന്ധമുള്ള നദി ഏതാണ്? നമുക്ക് ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ അതിന്റെ ആൻസർ കിട്ടും. ഓപ്ഷൻസ് നോക്കാം: യൂഫ്രട്ടീസ്, ടൈഗ്രീസ്, ഡാന്യൂബ്, നൈൽ. നമുക്കറിയാം യൂഫ്രട്ടീസ്, ടൈഗ്രീസ് വരുന്നത് നമ്മുടെ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഡാന്യൂബ് വരുന്നത് നമ്മുടെ വിയന്ന എന്ന് പറയുന്ന ഒരു സിറ്റി രൂപപ്പെട്ടിട്ടുള്ളത് ഡാന്യൂബ് നദിയുടെ തീരത്താണെന്ന് നമുക്കറിയാം. അപ്പൊ ഇതിൽ ആൻസർ വരുന്നത് നമ്മുടെ നൈൽ നദിയാണ്. ആൻസർ നോക്കാം: നൈൽ നദി. ലോകത്തിലെ തന്നെ ഏറ്റവും പഴയതും ഒരുപാട് കാലം നീണ്ടുനിന്നതുമായ സംസ്കാരങ്ങളിൽ ഒന്നാണ് പ്രാചീന ഈജിപ്തിലേത്. 7000-ഓളം വർഷങ്ങൾക്ക് മുൻപാണ് നൈൽ നദിയിൽ ഈജിപ്ഷ്യൻ സംസ്കാരം ഉടലെടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: താഴെ കൊടുത്തിരിക്കുന്നവയിൽ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനം ഏത്? ഓപ്ഷൻസ് നോക്കാം: IMF, IDBI, RBI, IFCI. ഓരോന്നിന്റെ ഫുൾ ഫോം നമുക്ക് നോക്കാം. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആണ് IMF വരുന്നത്. IDBI വരുന്നത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് വരുന്നത്. നെക്സ്റ്റ് വൺ RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ആൻഡ് ദെൻ IFCI, ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം IMF ആണ് എന്തിൽ വന്നിട്ടുള്ളത്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്നുള്ള ടേമിൽ വന്നിട്ടുള്ളത്. ഓക്കെ, IMF ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, ഇതാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. അഥവാ രാജ്യാന്തര നാണയനിധി എന്ന് നമ്മൾ അതിനെ മലയാളത്തിൽ പറയുന്നു. ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള നാണയവിനിമയ സ്ഥിരതയും അതുപോലെ തന്നെ സാമ്പത്തിക പുനഃസംഘടനയും ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സാമ്പത്തിക സ്ഥാപനമാണ്. മറ്റൊന്ന് 190 രാജ്യങ്ങളാണ് IMF-ൽ അംഗമായിട്ടുള്ളത്. അതുമാത്രമല്ല 1944-ലാണ് IMF സ്ഥാപിതമായത്. 1945-ലാണ് IMF നിലവിൽ വന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: നവോത്ഥാനത്തിന്റെ പിതാവ്. നവോത്ഥാനം എന്നുള്ള ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് പേരുടെ പേരുകൾ മനസ്സിലോട്ട് വരുന്നുണ്ടാവും. നവോത്ഥാനത്തിന്റെ പിതാവ് ഓപ്ഷൻസ് നമുക്ക് നോക്കാം: പെട്രാർക്ക്, അതുപോലെ തന്നെ ദാന്തെ, ഇറാസ്മസ്, ഡൊണാറ്റെല്ലോ. ഇതിൽ ആൻസർ വരുന്നത് പെട്രാർക്ക് ആണ്. ഓക്കെ, പെട്രാർക്ക് നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നുണ്ട്. നവോത്ഥാന കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരിൽ ഒരാളായിരുന്നു പെട്രാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ: 2011 സെൻസസ് അനുസരിച്ച് ഇന്ത്യയിൽ ലിംഗാനുപാതം ഏറ്റവും ഉയർന്നിരിക്കുന്ന സംസ്ഥാനം ഏതാണ്? അതായത് സെക്സ് റേഷ്യോ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണെന്നാണ്. സെക്സ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1000 പുരുഷന്മാർക്ക് ഇത്ര സ്ത്രീകൾ എന്നുള്ളൊരു കണക്കിനെയാണ് നമ്മൾ പറയുന്നത് സെക്സ് റേഷ്യോ. ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് പുതുച്ചേരിയാണ്, ബി കേരളം, സി ആന്ധ്രാപ്രദേശ്, ഡി തമിഴ്നാട്. ഇതിൽ ഓപ്ഷൻ വരുന്നത് കേരളമാണ്. കേരളത്തിലെ സെക്സ് റേഷ്യോ നമുക്ക് നോക്കാം. 2011 സെൻസസ് പ്രകാരം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്ന സ്ത്രീ പുരുഷ അനുപാതം വന്നിട്ടുള്ളത് കേരളത്തിലാണ്. 1000:1084.
1084 എങ്ങനെയാണ് കണക്ക് വന്നിട്ടുള്ളത്. 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകൾ എന്നിങ്ങനെയാണ് കണക്ക് വന്നത്. സ്ത്രീ പുരുഷ അനുപാതത്തിൽ കേരളം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന സംസ്ഥാനം വരുന്നത് പുതുച്ചേരിയാണ്. 1037 വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, വിജയനഗര സാമ്രാജ്യത്തിന്റെ സ്ഥാപകരെ കണ്ടെത്തുക. ഓപ്ഷൻസ് നോക്കാം. ബാബറും അക്ബറും, ഇൽത്തുമിഷും ഷാജഹാനും, ജഹാംഗീറും ഷാജഹാനും, ഹരിഹരനും ബുക്കനും. നമുക്കറിയാം ഈ ആദ്യത്തെ മൂന്ന് ഓപ്ഷൻസിലും നമുക്കറിയാം ഇവരെല്ലാവരും നമ്മുടെ മുഗൾ എംപയറും അതുപോലെ തന്നെ ഡൽഹി സുൽത്താനേറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ്. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ നമുക്ക് നോക്കാം. കറക്റ്റ് ആൻസർ ഹരിഹരനും ബുക്കനുമാണ്. ഹരിഹരൻ എന്ന് പറഞ്ഞ പേരിന് ഹക്കനും ബുക്കനും എന്നുള്ള രീതിയിലും ഇവരെ രണ്ടുപേരെയും അറിയപ്പെടാറുണ്ട്. വിജയനഗര സാമ്രാജ്യത്തിന്റെ സ്ഥാപകർ ഹരിഹരനും ബുക്കനുമാണ്. സംഗമ രാജവംശത്തിലാണ് ഇവർ പെടുന്നത്. നമുക്കറിയാം വിജയനഗര സാമ്രാജ്യത്തിൽ 4 രാജവംശങ്ങളാണ് ഉണ്ടായിരുന്നത്. സംഗമ, സാലുവ, തുളുവ, അതുപോലെ തന്നെ അരവിഡു. അപ്പൊ അതില് സംഗമ രാജവംശമാണ് ഏറ്റവും കൂടുതൽ കാലഘട്ടം ഭരിച്ചതും അതിലാണ് ഹരിഹരനും ബുക്കനും വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഒരു ഭൂസമാന ഗ്രഹത്തിന്റെ സ്വഭാവ സവിശേഷത ഏതാണ്? ഭൂസമാന ഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിക്ക് സമാനമായ രീതിയിലുള്ള ഒരു ഗ്രഹമാണ്. നോക്കാം. ഓപ്ഷൻസ്: വാതക സ്വഭാവം, ബി ശിലാ സ്വഭാവം, സി വലിപ്പമേറിയവ, ഡി സൂര്യനിൽ നിന്നും ഏറ്റവും അകലെ. ഈ 4 സ്വഭാവങ്ങളിൽ ഏതാണ് ഭൂസമാന ഗ്രഹങ്ങൾക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബി ശിലാ സ്വഭാവമാണ് ഉത്തരം വരുന്നത്. ഭൂമിക്ക് സമാനമായ ഗ്രഹങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭൂസമാന ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അവ കട്ടിയുള്ള പ്രതലമുള്ള പാറകളോ ലോഹങ്ങളോ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആൻസറിനുള്ള ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. പാറകൾ കണ്ടല്ലോ, പാറകൾ കൊണ്ടാണ്. അതായത് നമ്മുടെ ആൻസർ വരുന്നത് നമുക്കറിയാം ശിലാ സ്വഭാവം എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഇന്ത്യയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും നീളമുള്ള ഉപദ്വീപീയ നദിയാണ്. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഒരുപാട് നദികൾ നമുക്കറിയാം. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും നീളമുള്ള എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. നർമ്മദ, ലൂണി, പെരിയാർ, താപ്തി. ഓക്കെ, ഇതില് ഓപ്ഷൻസ് നമുക്ക് കണ്ടാൽ അറിയാം എല്ലാം വെസ്റ്റിലോട്ട് ഫ്ലോ ചെയ്യുന്ന നദികളാണ്. അതിൽ ആൻസർ വരുന്നത് നർമ്മദയാണ്. കാരണം നീളം കൂടിയ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നർമ്മദയാണ് നീളം കൂടിയ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യയിലെ നദി. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് നർമ്മദ. ഏറ്റവും നീളം കൂടിയ, ശ്രദ്ധിക്കുക, ഇത് രാജ്യത്തെ 5ാമത്തെ വലിയ നദിയും ഗുജറാത്തിലെ ഏറ്റവും വലിയ നദിയുമാണ്. അത് മാത്രമല്ല മധ്യപ്രദേശിലെ അമർകണ്ടക് പർവ്വതനിരകൾക്ക് സമീപമാണ് ഇത് ഉയരുന്നത്. അമർകണ്ടക് എവിടെയാണ്? മധ്യപ്രദേശിലെ അമർകണ്ടക് പർവ്വതനിരകളിൽ നിന്നാണ് ഇത് ഉയരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ചുവടെ നൽകിയിരിക്കുന്നതിൽ ഇറ്റാലിയൻ നഗരം ഏത്? ഓപ്ഷൻസ് നോക്കാം. വെനീസ്, ലണ്ടൻ, പാരീസ്, കോൺസ്റ്റാന്റിനോപ്പിൾ. ഓപ്ഷൻസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വെനീസ് ആണ് ഒരു ഇറ്റാലിയൻ നഗരം. ഓക്കെ, വെനീസ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഏതാണ്ട് മധ്യഭാഗത്ത് കൂടി കടന്നു പോകുന്ന ഒരു പ്രധാന അക്ഷാംശ രേഖ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 23½ ഡിഗ്രി സൗത്ത്, 66½ ഡിഗ്രി നോർത്ത്, 23½ ഡിഗ്രി നോർത്ത്, 66½ ഡിഗ്രി സൗത്ത് ആണ് വന്നിട്ടുള്ളത്. ഇതിലേതാണ് നോക്കാം. ഒരു പിക്ചറിന്റെ സഹായത്തോട് കൂടിയിട്ട് നമുക്കിത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഓപ്ഷൻ വരുന്നത് 23½ ഡിഗ്രി നോർത്ത് ആണ്. നോക്കാം, നമ്മുടെ ഇന്ത്യയുടെ നടുവിലൂടെ കടന്നു പോകുന്ന ഈ ഒരു ഭാഗത്തു കൂടി കടന്നു പോകുന്നത് 23½ ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ് ആണ്. കാരണം നമുക്കറിയാം അക്ഷാംശ രേഖകൾ കടന്നു പോകുന്നത് വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 0 ഡിഗ്രി, 23 ഡിഗ്രി, 66½ ഡിഗ്രി, അതുപോലെ തന്നെ 90 ഡിഗ്രി നമ്മൾ നോർത്തിലോട്ടും സൗത്തിലോട്ടും പഠിച്ചിട്ടുണ്ട്. അതിൽ ഇന്ത്യയുടെ ആ ഒരു ചരിവ് കാരണമായിട്ട് വരുന്നതാണ് 23 ഡിഗ്രി നോർത്ത്. നമ്മുടെ ഭൂമിയുടെ ആ ഒരു ചരിവ് കാരണമായിട്ട് 23½ ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ് ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം. ഇന്ത്യയിൽ ഒരേ ഒരു സജീവ അഗ്നിപർവ്വതം മാത്രമേ ഉള്ളൂ. ഓപ്ഷൻസ് നോക്കാം. ക്രാക്കത്തോവ, മൗണ്ട് എറ്റ്ന, മൗണ്ട് പെലി, ബാരൻ ദ്വീപ്. ഓപ്ഷൻ വരുന്നത് ബാരൻ ദ്വീപ്. ആൻഡമാൻ കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണ് ബാരൻ ദ്വീപ്.
ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട ഏക സജീവ അഗ്നിപർവ്വതമാണിത്. ഏക സജീവ അഗ്നിപർവ്വതമാണിത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എക്കൽ വിശറികളെ സൃഷ്ടിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. കാറ്റ്, ഭൂഗർഭജലം, തിരമാലകൾ, ഒഴുകുന്ന ജലം. അതിൽ നമ്മൾ ആദ്യം എക്കൽ വിശറികൾ എങ്ങനെയാണ് രൂപത്തിൽ ഇരിക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓപ്ഷൻ മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്താണ് എക്കൽ വിശറികൾ എന്ന് നമുക്ക് നോക്കാം. ഒഴുകുന്ന ജലം പർവ്വതങ്ങളുമായോ കുന്നുകളുമായോ ഇടപഴകുന്നതിനാലാണ് എക്കൽ വിശറികൾ സൃഷ്ടിക്കപ്പെടുന്നത്. ഒഴുകുന്ന ജലം കുന്നുകൾക്കിടയിലൂടെ എന്ത് ചെയ്യുന്നു, ഒഴുകി വരുന്നതിനാലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്കൽ വിശറികൾ സൃഷ്ടിക്കപ്പെടുന്നത്. എക്കൽ വിശറിയുടെ ഒരു പിക്ചർ നമുക്ക് നോക്കാം. ഇതുപോലെയുള്ള രണ്ട് കുന്നുകൾക്കിടയിലൂടെ ഒഴുകി വെള്ളം എത്തുമ്പോഴാണ് ഇതുപോലെ വിശറി രൂപത്തിലുള്ള ഈ എക്കൽ വിശറികൾ എന്ന് പറയുന്ന ഒരു ഭൂരൂപം സൃഷ്ടിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഓപ്ഷൻ ആൻസർ ആയിട്ട് കൊടുക്കാൻ പറ്റും, ഒഴുകുന്ന ജലമാണ് എക്കൽ വിശറികളെ സൃഷ്ടിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അന്തരീക്ഷം ചൂടുപിടിക്കുന്നതിനുള്ള പ്രധാന കാരണം. ഓപ്ഷൻസ്: സൗരവികിരണം, ഹരിതഗൃഹ പ്രഭാവം, സബ്ലിമേഷൻ, ഘനീകരണം. നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഇതിൽ കൺഫ്യൂഷൻ ആയിട്ട് വരാം. ഇതിന് ആൻസർ വരുന്നത് ഹരിതഗൃഹ പ്രഭാവമാണ്. നോക്കാം, ഹരിതഗൃഹ പ്രഭാവമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്താണെന്ന് നോക്കാം. ബഹിരാകാശത്ത് പ്രതിഫലിക്കുന്ന സൗരോർജം ഭൂമിയെ ചൂടാക്കില്ല. ബഹിരാകാശത്ത് നിന്നും ചൂട് വരുന്നു, ഭൂമിയിൽ എത്തുന്നു, അത് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകുവാണെങ്കിൽ അത് ഭൂമിക്ക് ചൂട് നൽകുന്നില്ല. എന്നാൽ ഭൂമിയിൽ ആ ചൂടിനെ പിടിച്ചു നിർത്തുന്ന ചില പ്രധാനപ്പെട്ട വാതകങ്ങൾ നമ്മുടെ ഭൂമിയിലുണ്ട്. അവയാണ് നമ്മൾ എന്തു പറയുന്നത്, ഹരിതഗൃഹ വാതകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അവർ ഒരു പുതപ്പ് പോലെയാണ് നമ്മുടെ ഭൂമിക്ക് മുകളിൽ പ്രവർത്തിക്കുന്നത്. അവർ ഭൂമിക്ക് മുകളിൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഭൂമിക്ക് കൃത്യമായിട്ടുള്ള ചൂടും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നു. എന്നാൽ ഈ ചൂട് കൂടുതലായാലും പ്രശ്നമാണ്. ഹരിതഗൃഹ പ്രഭാവങ്ങൾ അതിന്റെ കൃത്യമായ അളവിൽ തന്നെ ആയിരിക്കണം. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആര്? ബ്രഹ്മസമാജം എന്നുള്ള ഒരു ടേം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഓപ്ഷൻസ് നോക്കാം. രാജാറാം മോഹൻ റോയ്, ആനി ബെസന്റ്, സ്വാമി വിവേകാനന്ദൻ, വിരേശലിംഗം. ആരാണ് ആൻസർ എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും? രാജാറാം മോഹൻ റോയ് ആണ്. ഓക്കെ, ഹിന്ദു മതത്തിലെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും തുടച്ചു നീക്കണം എന്ന ആഗ്രഹത്തോടു കൂടി സ്ഥാപിച്ച ഒരു പ്രസ്ഥാനമാണ് ബ്രഹ്മസമാജം. 1828 വർഷം നോക്കണം. 1828 രാജാറാം മോഹൻ റോയ് കൊൽക്കത്തയിൽ സ്ഥാപിച്ച ബ്രഹ്മസമാജം, കൊൽക്കത്തയിലാണ് അത് സ്ഥാപിച്ചിട്ടുള്ളത്. അത് ഹിന്ദു മതത്തിൽ ഒരുപാട് നവോത്ഥാനങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കണം. ഹിന്ദു മതത്തിൽ ഒരുപാട് നവോത്ഥാനം കൊണ്ടുവരാനായിട്ട് സഹായിച്ച ഒരു സ്ഥാപനമാണ് നമ്മുടെ ബ്രഹ്മസമാജം. വർഷം നോക്കി വെക്കുക, സ്ഥലം നോക്കി വെക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, കേരളത്തിൽ കയർ വ്യവസായം കൂടുതലായി കേന്ദ്രീകരിച്ചിട്ടുള്ളത് ഏത് ജില്ലയിലാണ്? നമുക്കറിയാവുന്ന ഉത്തരം തന്നെയാണ്. ഓപ്ഷൻസ് നോക്കാം. പാലക്കാട്, ആലപ്പുഴ, ഇടുക്കി, വയനാട്. ഓപ്ഷൻ കറക്റ്റ് ആൻസർ വരുന്നത് ആലപ്പുഴയാണ്. കേരളത്തിലെ പ്രശസ്തമായ കയർ വ്യവസായത്തിന്റെ നാഡീകേന്ദ്രമാണ് ആലപ്പുഴ എന്നറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കുളച്ചൽ യുദ്ധം നടന്ന വർഷം. കുളച്ചൽ യുദ്ധം നടന്ന വർഷം, കുളച്ചൽ യുദ്ധം ആരൊക്കെ തമ്മിലാണെന്നുള്ളൊരു ഓർമ്മ നമുക്ക് ഇപ്പൊ തന്നെ വരുന്നുണ്ടാവും. നോക്കാം നമുക്ക്. വർഷങ്ങള് 1764, 1741, 1757, 1721. കറക്റ്റ് ആൻസർ വരുന്നത് 1741 ആണ്. ആരൊക്കെ തമ്മിലാണ് കുളച്ചൽ യുദ്ധം നടന്നതെന്ന് നോക്കാം. തിരുവിതാംകൂർ രാജ്യവും ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലുള്ള യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. 1741 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. ഈ യുദ്ധം തിരുവിതാംകൂർ സേനയുടെ വിജയത്തിൽ കലാശിച്ചു. അതോടുകൂടിയിട്ട് ഡച്ചുകാര് നമ്മുടെ ഇന്ത്യ വിട്ട് പോകുന്ന സിറ്റുവേഷൻ ആണ് ഉണ്ടായത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഡച്ച് കൊളോണിയൽ ഇടപെടലുകൾ എന്നേക്കുമായിട്ട് അവസാനിച്ചത് ഈ ഒരു യുദ്ധത്തോട് കൂടിയിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാണിജ്യവാദങ്ങൾക്ക് ഉറവിടമായ ആഗോളമർദ്ദ മേഖലകൾ. ആഗോളമർദ്ദ മേഖലകൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നോക്കാം നമുക്ക്. ഓപ്ഷൻസ്: ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകൾ, ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകൾ, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, ഭൂമധ്യ ന്യൂനമർദ്ദ മേഖല. ഇതിൽ നമ്മളൊരു പിക്ചറിന്റെ സഹായത്തോട് കൂടിയിട്ട് നോക്കുവാണെങ്കിൽ അത് ഒന്നുകൂടെ ക്ലിയർ ആയിരിക്കും. നമുക്ക് ഓപ്ഷൻ ആൻസർ നോക്കാം. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ് ആൻസർ വരുന്നത്.
നോക്കാം. ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നാണ് എന്ത് വരുന്നത്, വാണിജ്യവാതകങ്ങൾ വരുന്നത്. കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല നമ്മുടെ തെക്ക് ഭാഗത്തു നിന്നും വാണിജ്യവാതകങ്ങൾ മുകളിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു പിക്ചർ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഓരോ വാതകങ്ങളും ഏതെല്ലാം മേഖലകളിൽ നിന്നാണ് എങ്ങോട്ടാണ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത്. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഓപ്ഷൻസ് നോക്കാം. വെല്ലസ്ലി പ്രഭു, കേഴ്സൺ പ്രഭു, ഡൽഹൌസി പ്രഭു, ലിറ്റൺ പ്രഭു. ആൻസർ വരുന്നത് ഡൽഹൌസി പ്രഭു ആണ്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന ഡൽഹൌസി പ്രഭു ആണ് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത്. ഈ നിയമപ്രകാരം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായിരുന്ന രാജ്യം അവിടെയുള്ള ഭരണാധികാരികൾക്ക് തുടർ അവകാശികളില്ലെങ്കിൽ ആ ഒരു രാജ്യം ആരേറ്റെടുക്കും, ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കും എന്നുള്ളൊരു വ്യവസ്ഥയിലാണ് ഈ ഒരു നിയമം അവർ പുറത്തിറക്കിയിട്ടുള്ളത്. ഇന്ത്യയുടെ പല ഭാഗങ്ങളും അവരുടെ വശത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമമായിട്ടാണ് നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈദ്യുത ചാർജുള്ള കണങ്ങൾ മുഖ്യമായും കേന്ദ്രീകരിച്ചിരിക്കുന്ന അന്തരീക്ഷ പാളി. ഓപ്ഷൻസ് നോക്കാം. തെർമോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, മെസോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ. വൈദ്യുത ചാർജുകൾ ഉള്ളത് തെർമോസ്ഫിയറിലാണ് വരുന്നത്. അയോണുകൾ എന്ന് വിളിക്കപ്പെടുന്ന വൈദ്യുത ചാർജുള്ള കണങ്ങൾ കാണപ്പെടുന്ന പാളിയാണ് തെർമോസ്ഫിയർ. ഈ വൈദ്യുത ചാർജുകൾ അവിടെ കാണപ്പെടുന്നത് കൊണ്ട് തന്നെ അതിനെ നമ്മൾ അയണോസ്ഫിയർ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അയോണുകളുടെ സാന്നിധ്യം അവിടെ ഉള്ളതിനാൽ നമ്മൾ അതിനെ അയണോസ്ഫിയർ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ധവള വിപ്ലവത്തിന്റെ ശില്പിയായി അറിയപ്പെടുന്നത് ആരെയാണ്? ഇന്ത്യയിലെ വൈറ്റ് റവല്യൂഷന്റെ ആർക്കിടെക്ട് ആരാണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓപ്ഷൻസ് നോക്കാം. MS സ്വാമിനാഥൻ, ദുർഗേഷ് പട്ടേൽ, വർഗീസ് കുര്യൻ, ഹീരാലാൽ ചൗധരി. ഇതിലെ ഓപ്ഷൻ വർഗീസ് കുര്യൻ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ധവള വിപ്ലവത്തിന്റെ ശില്പിയായി അറിയപ്പെടുന്നത് വർഗീസ് കുര്യനാണ്. അദ്ദേഹത്തിന്റെ സംരംഭങ്ങളും അതുപോലെ തന്നെ ക്ഷീരമേഖലയിലെ അപാരമായ സംഭാവനകളും കൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ വിളിക്കപ്പെടുന്നത്. നമുക്കറിയാം, ധവള വിപ്ലവം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിലുള്ള ക്ഷീരോത്പാദനത്തിൽ കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം വർധനവുണ്ടാകുമ്പോഴാണ് നമ്മൾ അവിടെ ധവള വിപ്ലവം എന്ന് പറയുന്നത്. ആ ക്ഷീരം പാലുമായി ബന്ധപ്പെട്ടതിനെ കൊണ്ടാണ് നമ്മൾ അതിന് ധവള വിപ്ലവം എന്ന് പറയുന്ന പേര് നൽകിയിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി സഹകരണ സംഘങ്ങൾ വഴി പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിൽ അദ്ദേഹം വളരെയധികം പ്രവർത്തിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും കൂലി തൊഴിൽ പദ്ധതി തിരിച്ചറിയുക. ഏതാണ് വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം എന്ന് നോക്കാം. ഓപ്ഷൻസ്: എ അന്നപൂർണ, ബി ഉച്ചഭക്ഷണ പരിപാടി, സി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ഡി ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം. ഈ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് ആൻസർ കിട്ടുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നോക്കാം. ഓക്കെ, ഇതിൽ ആൻസർ വരുന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ്. ഓരോ ഓപ്ഷൻസും എന്താണെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അന്നപൂർണ 65 വയസ്സിന് മുകളിലുള്ള അഗതികൾക്ക് പ്രതിമാസം 10 കിലോ ഭക്ഷ്യധാന്യങ്ങൾ സൗജന്യമായി വിതരണം ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. മറ്റൊന്ന് ഉച്ചഭക്ഷണ പദ്ധതിയാണ് പറയുന്നത്. രാജ്യവ്യാപകമായി സ്കൂൾ കുട്ടികളുടെ പോഷകാഹാരം ഉറപ്പാക്കുന്നതിന് വേണ്ടി നമ്മൾ സ്കൂളുകളിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഉച്ചഭക്ഷണ പദ്ധതി. MGNREGA മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ചാണ് പറയുന്നത്. 100 ദിവസത്തെ തൊഴിലുറപ്പ് വേതനം നൽകിക്കൊണ്ട് ഗ്രാമീണ മേഖലയിൽ ഉപജീവന സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് മനസ്സിലായിട്ടുണ്ട്, തൊഴിലുറപ്പ് കൊടുക്കുന്ന പദ്ധതി MGNREGA എന്ന് പറയുന്നതാണ്. മറ്റൊന്ന് ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യമായിരുന്നു. അത് നമ്മൾ നിലവിൽ കൊണ്ടുവന്നിട്ടുള്ളത് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി എന്ന രീതിയിലാണ്. അപ്പോൾ ഓരോ ഓപ്ഷൻസും എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസേഴ്സ് കണ്ടെത്താൻ പറ്റുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബൃഹദേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നോക്കാം. ഓപ്ഷൻ എ ബേലൂർ, ഓപ്ഷൻ ബി മഹാബലിപുരം, ഓപ്ഷൻ സി തഞ്ചാവൂർ, ഓപ്ഷൻ ഡി ഹംപി. ഓപ്ഷൻ സി തഞ്ചാവൂർ.
AD 1010 ചോള രാജാവാണ് നമ്മുടെ ബൃഹദേശ്വര ടെമ്പിൾ പണി കഴിപ്പിച്ചിട്ടുള്ളത്. തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തഞ്ചാവൂരിലാണ്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഷ്ഠ എന്ന് പറയുന്നത് നടരാജ് എന്നറിയപ്പെടുന്ന ഒരു നൃത്തരൂപത്തിലുള്ള ശിവനാണ്. നടരാജ് എന്ന പേരിൽ അറിയപ്പെടുന്ന നൃത്തരൂപത്തിലുള്ള ശിവനാണ് അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. അടുത്ത ക്വസ്റ്റ്യൻ, രാജുവിന്റെ വീടിന്റെ വടക്ക് കിഴക്ക് ദിശയിലാണ് അവന്റെ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. സ്കൂളിന് ആപേക്ഷികമായി രാജുവിന്റെ വീടിന്റെ ദിശ കണ്ടെത്തണം. എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ദിശ ഒന്ന് വരച്ചു നോക്കിയാൽ തന്നെ പെട്ടെന്ന് കിട്ടുന്ന ഉത്തരമാണ്. ഓപ്ഷൻസ് വന്നിട്ടുള്ളത് വടക്ക് കിഴക്ക്, തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറാണ്. അപ്പൊ ആൻസർ വരുന്നത് തെക്ക് പടിഞ്ഞാറാണ്. എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ദിശ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയാണ് രാജുവിന്റെ വീട് വരുന്നതെങ്കിൽ രാജുവിന്റെ സ്കൂള് വരുന്നത് വടക്ക് കിഴക്ക് ദിശയിലായിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്കൂളിൽ നിൽക്കുമ്പോൾ നമ്മുടെ വീടിന്റെ ദിശ ഏതാണെന്നാണ് അറിയേണ്ടത്. അപ്പൊ നമുക്ക് സ്കൂളിന്റെ ഈ ഭാഗത്ത് ദിശകൾ വരച്ചു നോക്കാം. ആ സമയത്ത് നമുക്ക് മനസ്സിലാവും ഇവിടെ വരുന്നത് പടിഞ്ഞാറാണ്, ഇവിടെ വരുന്നത് തെക്കാണ്, ഇവിടെ വരുന്നത് കിഴക്കും വടക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ സ്കൂളിനെ വെച്ച് നോക്കുമ്പോൾ വീടിന്റെ ദിശ വരുന്നത് ഏത് ദിശയിലായിട്ടാണ്? തെക്ക് പടിഞ്ഞാറ് ദിശയിലായിട്ടാണ്. തെക്ക് പടിഞ്ഞാറ് ദിശയിലാണ്. അങ്ങനെയാണ് നമുക്ക് ഈ ആൻസർ കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ധരാതലീയ ഭൂപടത്തിൽ നീല നിറം സൂചിപ്പിക്കുന്നത് എന്താണ്? ഇപ്പൊ തന്നെ ആൻസർ കിട്ടുന്നുണ്ടാവും. നീല നിറം നമുക്കറിയാം, അതെന്താണ്? ഓപ്ഷൻ നോക്കാം. നെൽപ്പാടം, വനം, ജലാശയങ്ങൾ, കൃഷിയിടം. ഓപ്ഷൻ വരുന്നത് ജലാശയങ്ങളാണ്. യെസ്. നമുക്ക് കൂടെയുള്ള മറ്റു നിറങ്ങളും എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പച്ച നിറം സൂചിപ്പിക്കുന്നത് നൈസർഗിക സസ്യജാലങ്ങളെയാണ്. സസ്യജാലങ്ങൾ എന്നുള്ളത് പച്ചയുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ എളുപ്പമാണ്. മറ്റൊന്ന് മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് കൃഷിയിടങ്ങളെയാണ്. അടുത്തത് ചുവപ്പ്, പാർപ്പിടങ്ങളും റോഡുകളുമാണ് സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന് വരുന്നത് കറുപ്പാണ്. കറുപ്പ് നിറം സൂചിപ്പിക്കുന്നത് തീവണ്ടിപ്പാത, അതുപോലെ തന്നെ അക്ഷാംശ രേഖകൾ, രേഖാംശ രേഖകൾ, ടെലിഫോൺ ലൈൻ എന്നിവയെല്ലാമാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞ നമ്മുടെ നീല നിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ജലാശയങ്ങളാണ്. എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ജലാശയങ്ങളാണ്. മറ്റൊന്ന് തവിട്ട് നിറം സൂചിപ്പിക്കുന്നത് പാറക്കൂട്ടങ്ങൾ, അതുപോലെ തന്നെ മൺകൂനകളും കുന്നുകളെല്ലാമാണ് നമ്മൾ തവിട്ട് നിറം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ നൽകിയിരിക്കുന്നതിൽ സംഘസാഹിത്യം ഏത്? നമുക്കറിയാം നമ്മുടെ പ്രാചീന തമിഴകത്തിൽ നിലനിന്നിരുന്ന ആ ഒരു കാലഘട്ടത്തിനെയാണ് നമ്മൾ സംഘകാലം എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സാഹിത്യത്തിനെയാണ് നമ്മൾ സംഘസാഹിത്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് നോക്കേണ്ടത് സംഘസാഹിത്യത്തിൽ ഉൾപ്പെടുന്നത് ഏതാണ് എന്നാണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. മുദ്രരാക്ഷസം, അഭിജ്ഞാന ശാകുന്തളം, പതിറ്റുപത്ത്, ദേവി ചന്ദ്രഗുപ്തം. ഇതിൽ ഈ പേരുകൾ നമുക്ക് വളരെ പരിചിതമാണ്. അതിൽ ആൻസർ നമുക്ക് നോക്കാം. പതിറ്റുപത്ത്. അപ്പൊ മറ്റ് സംഘം കൃതികൾ ഏതെല്ലാമാണെന്ന് കൂടെ നമുക്കൊന്ന് നോക്കാം. ഓരോ വിഭാഗങ്ങളും അതിൽ വരുന്ന പ്രധാന കൃതികളും വന്നിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മുടെ പതിറ്റുപത്ത് ഇവിടെ വന്നിട്ടുണ്ട്. അത് പെടുന്ന വിഭാഗം എട്ടുതൊകയാണ്. പ്രധാനപ്പെട്ട സംഘസാഹിത്യത്തിലുള്ള വിഭാഗങ്ങള് പത്തുപാട്ട്, എട്ടുതൊകൈ, പതിനെൻ കീഴ്കണക്ക്, വ്യാകരണ ഗ്രന്ഥം, മഹാകാവ്യങ്ങൾ എന്നിങ്ങനെയാണ്. ഇതിൽ ഒരുപാട് പ്രധാന കൃതികൾ ഉണ്ട്. അതെല്ലാം നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സമുദ്രഫലകവും ഒരു വൻകര ഫലകവും തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമുക്കറിയാം സമുദ്രഫലകമുണ്ട്, വൻകര ഫലകങ്ങളും ഉണ്ടെന്ന് അറിയാം. അവ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. ഓപ്ഷൻസ്: സമുദ്രഫലകം താഴേക്ക് പോകുന്നു, മറ്റൊന്ന് വൻകര ഫലകം താഴേക്ക് പോകുന്നു, രണ്ട് ഫലകങ്ങളും താഴേക്ക് പോകുന്നു, രണ്ട് ഫലകങ്ങളും ഉയർത്തപ്പെടുന്നു. ഇതിലേതാണ് ഓപ്ഷൻസിന് ആൻസർ വരുന്നത് നോക്കാം. സമുദ്രഫലകം താഴേക്ക് പോകുന്നു. നമുക്കറിയാം രണ്ട് ഫലകങ്ങൾ ഒരുമിച്ച് വരുന്ന സമയത്ത് നമ്മുടെ സമുദ്രഫലകത്തിന് കുറച്ചുകൂടെ സാന്ദ്രത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വൻകര ഫലകത്തിനെ വെച്ച് നോക്കുമ്പോൾ സമുദ്രഫലകം താഴോട്ട് പോവാനാണ് സാധ്യത. സമുദ്രഫലകത്തിന്റെ സാന്ദ്രതയാണ് ഇതിന് കാരണം. സാന്ദ്രതയാണ് ഇതിന് കാരണം. അടുത്ത ക്വസ്റ്റ്യൻ,
ചുവടെ നൽകിയിട്ടുള്ളവയിൽ ശിലാമണ്ഡലത്തെ സൂചിപ്പിക്കുന്നത് ഏത്? ശിലാമണ്ഡലം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ആൻസർ പെട്ടെന്ന് എഴുതാൻ പറ്റും. ഓപ്ഷൻസ് നോക്കാം. ഉപരിമാന്റിലും അധോമാന്റിലും കൂടി ചേർന്നാണ് ശിലാമണ്ഡലം എന്നാണ് ഒന്നാമത്തെ ഓപ്ഷൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് ഭൂവൽക്കവും ഉപരിമാന്റിലും കൂടി ചേർന്നിട്ടാണ്. രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത് ഭൂവൽക്കവും അകക്കാമ്പും കൂടി ചേർന്നിട്ടാണ്. ലാസ്റ്റ് ഓപ്ഷൻ വരുന്നത് മാന്റിലും അകക്കാമ്പും കൂടി ചേർന്നിട്ടാണ്. നോക്കാം. ആൻസർ വരുന്നത് ഭൂവൽക്കവും ഉപരിമാന്റിലും. നമുക്കറിയാം ഭൂവൽക്കം, മാന്റിൽ, കാമ്പ് എന്നിങ്ങനെ മൂന്നായിട്ട് നമ്മൾ ഭൂമിയുടെ ഉൾവശത്തെ തിരിച്ചിട്ടുണ്ടെന്ന് അറിയാം. ഇതിൽ തന്നെ മാന്റിലിനെ നമ്മൾ രണ്ട് ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്, ഉപരിമാന്റിലും അധോമാന്റിലും. ഓക്കെ, അപ്പൊ അതിൽ ഏറ്റവും മുകളിൽ വരുന്ന ഭൂവൽക്കവും ഈ മാന്റിലിന്റെ മുകൾ ഭാഗം ഉപരിമാന്റിലും കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് നമ്മൾ അതിന് എന്ത് പറയുന്നത്? ശിലാമണ്ഡലം എന്ന് പറയുന്നത്. ഭൂവൽക്കവും മാന്റിലിന്റെ മുകൾ ഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? അതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കാം. ജവഹർലാൽ നെഹ്റു, അരുണ അസഫ് അലി, ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ, മുഹമ്മദ് അലി. ആൻസർ നോക്കാം. ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ. ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവായിരുന്നു. അതിർത്തി ഗാന്ധി എന്ന പേരിലാണ് ഇദ്ദേഹത്തിന് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് ആ ഒരു ഗാന്ധി എന്ന പേരുമായിട്ട് ഉപമിക്കാനുള്ള കാരണം ഗാന്ധിയുടെ എല്ലാവിധ പോളിസികളും അദ്ദേഹം ഫോളോ ചെയ്തിരുന്നു എന്നുള്ളതാണ്. പ്രധാനമായിട്ടും നമ്മുടെ നോൺ വയലൻസ്, അഹിംസ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇദ്ദേഹം ഫോളോ ചെയ്തിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ആ ഒരു ഗാന്ധി എന്നുള്ള ഒരു വിശേഷണം ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയുടെ 12ാം പഞ്ചവത്സര പദ്ധതി കാലയളവിനെ പ്രതിനിധീകരിക്കുന്നത് ഏത് എന്നാണ് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം പഞ്ചവത്സര പദ്ധതികൾ ഓരോ വർഷങ്ങളും അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളും നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഓപ്ഷൻസ് നോക്കാം. 2017 മുതൽ 2022 വരെ, 2012 മുതൽ 2017 വരെ, 2007 മുതൽ 2012 വരെ, 2002 മുതൽ 2007 വരെ. ആൻസർ എന്താണെന്ന് നോക്കാം. 2012 മുതൽ 2017 വരെയുള്ള കാലഘട്ടമാണ് 12ാം പഞ്ചവത്സര പദ്ധതി. അതിന്റെ ഒരു ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒന്നാം പഞ്ചവത്സര പദ്ധതി നമുക്കറിയാം തുടങ്ങിയിട്ടുള്ളത് 1951 അവിടെ നിന്ന് 5 വർഷം കൂട്ടി 56 വരെയാണ് അത് വരുന്നത്. രണ്ടാം പഞ്ചവത്സര പദ്ധതി 56 മുതൽ 61 വരെയാണ്, തുടരെ തന്നെയാണ് സംഭവിച്ചത്. മൂന്നാം പഞ്ചവത്സര പദ്ധതി 61 മുതൽ 66 വരെയാണ് സംഭവിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് 3 വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് 1969 പിന്നീട് 4ാം പഞ്ചവത്സര പദ്ധതി വരുന്നത്. അത് 1974 വരെ നിലനിന്നു. പിന്നീട് 5ാം പഞ്ചവത്സര പദ്ധതി വന്നത് 1974 മുതൽ 79 വരെയാണ്. അത് കഴിഞ്ഞ് 6ാം പഞ്ചവത്സര പദ്ധതി 1980 ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, 1979 കഴിഞ്ഞ് 80 മുതൽ 85 വരെയാണ് 6ാം പഞ്ചവത്സര പദ്ധതി വരുന്നത്. 7ാം പഞ്ചവത്സര പദ്ധതി വരുന്നത് 1985 മുതൽ 90 വരെയാണ് വരുന്നത്. അത് കൃത്യമായിട്ട് ഗ്യാപ്പുകളൊന്നും ഇല്ലാണ്ട് വന്നിട്ടുണ്ട്. അടുത്തത് 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. 1992 മുതൽ 1997 വരെയാണ് അത് വന്നിട്ടുള്ളത്. 9ാം പഞ്ചവത്സര പദ്ധതി കറക്റ്റ് 97 മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 97 മുതൽ 2002 വരെയാണ്. 10ാം പഞ്ചവത്സര പദ്ധതി 2002 മുതൽ 2007 വരെ. അത് കഴിഞ്ഞ് തുടരെ തന്നെ 2007 മുതൽ 2012 വരെയാണ് നമ്മുടെ 11ാം പഞ്ചവത്സര പദ്ധതി വന്നിട്ടുള്ളത്. അവസാനം നമ്മുടെ 2012 മുതൽ 2017 വരെ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള 12ാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, അപ്പൊ ഓരോന്നിന്റെയും എന്താണ് അതിന്റെ ലക്ഷ്യമാക്കുന്നത് എന്നുള്ളത് കൂടെ നമ്മൾ നോക്കേണ്ടതുണ്ട്, കൃത്യമായിട്ട് നോക്കി വെക്കേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഒരു മികച്ച പഠനാനുഭവ ക്ലാസ് മുറിയുടെ ലക്ഷണമാണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പ്രായോഗികത, ഓപ്ഷൻ ബി ഫ്ലോ ചാർട്ട്, ഓപ്ഷൻ സി സമയരേഖ, ഓപ്ഷൻ ഡി കൃത്യതയില്ലായ്മ. അപ്പൊ ഇതിൽ കൃത്യതയില്ലായ്മ ഒരിക്കലും അങ്ങനെ ഒരു പഠനമുറിയുടെ അനുഭവം നമുക്ക് തരുന്ന ഒരു കാര്യമല്ല. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഫ്ലോ ചാർട്ട്, സമയരേഖ, അതുപോലെ തന്നെ പ്രായോഗികതയാണ്. ആൻസർ നോക്കാം. പ്രായോഗികതയാണ് ഒരു പഠനാനുഭവം, ഒരു മികച്ച പഠനാനുഭവം നമുക്ക് നൽകുന്ന ക്ലാസ് മുറിയിൽ വേണ്ടത് പ്രായോഗികതയാണ്. പ്രായോഗികത എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ടും അതിൻ്റെ ഒരു പ്രായോഗിക തലം കൂടെ നമ്മൾ ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് അതായിരിക്കും കൂടുതലുള്ള നല്ല രീതിയിലുള്ള ഒരു പഠനാനുഭവം നൽകുന്നത്. അല്ലാതെ ഈ പറയുന്ന ഫ്ലോ ചാർട്ടും സമയരേഖയൊന്നും അതിൻ്റെ ഉത്തരങ്ങളായിട്ട് വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം കറക്റ്റായിട്ട് കണ്ടുപിടിക്കാം. പ്രായോഗികത. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ഗ്ലോബ് ഏത് തരം പഠനോപകരണമാണ്? ഓപ്ഷൻസ് കണ്ടാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഗ്രാഫിക് ഉപകരണമാണ്, ത്രിമാന ഉപകരണമാണ്, ഡിസ്പ്ലേ ഉപകരണമാണ്, പ്രേക്ഷേപ ഉപകരണമാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ത്രിമാന ഉപകരണമാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്, ഗ്ലോബ് എന്താണ്? ഒരു 3D എയ്ഡ് ആണ്. 3D രൂപത്തിൽ നമുക്ക് ഭൂമിയുടെ രൂപം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്ലോബ് ഉണ്ടാക്കിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്ലാക്ക് ബോർഡ് ഏതിന് ഉദാഹരണമാണ്? ഓപ്ഷൻസ് നോക്കാം. വിഷ്വൽ എയ്ഡ്, ഓഡിയോ വിഷ്വൽ എയ്ഡ്, ഓഡിയോ എയ്ഡ്, പ്രൊജക്റ്റീവ് എയ്ഡ്. ഇതിലും നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. വിഷ്വൽ എയ്ഡ് ആണ് ആൻസർ വരുന്നത്. ഓഡിയോ വിഷ്വൽ ആയിട്ട് വരില്ല. അത് ബ്ലാക്ക് ബോർഡ് ആയതുകൊണ്ട് തന്നെ അത് വിഷ്വൽ എയ്ഡിലാണ് അത് പെടുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ കറക്റ്റ് ആൻസർ. വിഷ്വൽ എയ്ഡ് ആണ് ബ്ലാക്ക് ബോർഡ് വരുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മാനവ വികസന സൂചിക അവതരിപ്പിച്ചത് ആര് എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കാം നമുക്ക് ഓപ്ഷൻസ്. മെഹബൂബ് ഉൽ ഹക്ക്, മോറിസ് ഡി മോറിസ്, മഹലനോബിസ്, ഹറോഡ്. ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ആൻസർ ഏതാണെന്ന് നോക്കാം. മെഹബൂബുൽ ഹക്കാണ്. ഒരു രാജ്യത്തിന്റെ സമഗ്ര വികസനം സൂചിപ്പിക്കുന്ന അളവുകോലാണ് മാനവ വികസന സൂചിക എന്ന് പറയുന്നത്. മാനവ വികസന സൂചികയെ കുറിച്ചൊക്കെ നമ്മൾ പാഠപുസ്തകങ്ങളിൽ പഠിക്കുന്നുണ്ട്. മാനവ വികസന സൂചിക രൂപപ്പെടുത്തിയത് 2 പേർ ചേർന്നിട്ടാണ്, അമർത്യ സെനും അതുപോലെ തന്നെ മെഹബൂബുൽ ഹക്കും. അപ്പൊ മെഹബൂബുൽ ഹക്കാണ് നമുക്ക് ഓപ്ഷനിൽ ഉണ്ടായിരുന്നത്. നമ്മൾ അതാണ് കറക്റ്റ് മാർക്ക് ചെയ്തിട്ടുള്ളത്. മാനവ വികസന സൂചികയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഇന്ന് നോർവേ ആണ്. നോർവേ എന്ന് പറയുന്ന രാജ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സിഇ പ്രതിനിധാനം ചെയ്യുന്നത്. സിഇയുടെ ഫുൾ ഫോം ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. വൈജ്ഞാനിക മേഖല, വൈകാരിക മേഖല, നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയം, നിരന്തരവും സമഗ്രവുമായ വിദ്യാഭ്യാസം. ഇതിൽ ഏതാണ് ഓപ്ഷൻ എന്നാണ് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം കണ്ടിന്യൂസ് ആൻഡ് കംപ്രഹെൻസീവ് ഇവാലുവേഷൻ. നമ്മൾക്ക് ആ ടേം നന്നായിട്ട് പരിചയം ഉണ്ടാവും. നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയമാണ് കറക്റ്റ് ആൻസർ വരുന്നത്. സിഇ നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയം. അതിന്റെ ഇംഗ്ലീഷ് വരുന്നത് കണ്ടിന്യൂസ് ആൻഡ് കംപ്രഹെൻസീവ് ഇവാലുവേഷൻ എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു യൂണിറ്റ് ആസൂത്രണത്തിന്റെ ഘടകമാണ്. ഒരു യൂണിറ്റ് പ്ലാനിന്റെ ഒരു എലമെന്റ് ഏതാണെന്നാണ് ഓപ്ഷൻ നമുക്ക് നോക്കാം. പഠന പ്രവർത്തനങ്ങൾ, പ്രതികരണങ്ങൾ, ഉദ്ധരണികൾ, വ്യാഖ്യാനങ്ങൾ. ഇത് നമുക്ക് ടേംസ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. എന്താണ് അതിൽ നമ്മളൊരു യൂണിറ്റ് പ്ലാൻ തയ്യാറാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പഠന പ്രവർത്തനങ്ങൾക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാമൂഹ്യശാസ്ത്ര പഠനാനുഭവങ്ങൾക്ക് നേരനുഭവം നൽകുന്ന പഠനതന്ത്രമാണ് ഏതെന്ന് നോക്കാം. നേരനുഭവമാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. സെമിനാർ, അസൈൻമെന്റ്, ഫീൽഡ് ട്രിപ്പ്, ICT. ഇതിൽ നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് ICTയും അതുപോലെ തന്നെ ഫീൽഡ് ട്രിപ്പ് ആണ്. പക്ഷെ ആൻസർ വരുന്നത് ഫീൽഡ് ട്രിപ്പ് ആണ്. കാരണം വളരെ നേരിട്ട് നമ്മൾ അനുഭവിച്ചറിയുന്നത് സാമൂഹ്യശാസ്ത്ര പഠനത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ഫീൽഡ് ട്രിപ്പിലൂടെ തന്നെയാണ്. ICT ഒരു പരിധി വരെയാണ്, പക്ഷെ നമ്മൾ അതൊരിക്കലും നേരിട്ടല്ല അനുഭവിക്കുന്നത്. അതുകൊണ്ട് അതൊരു നേരനുഭവമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ നമ്മുടെ ആൻസർ വരുന്നത് ഫീൽഡ് ട്രിപ്പ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ തലവൻ ആര്? വെരി ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ്: പ്രധാനമന്ത്രി, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോകസഭാ സ്പീക്കർ. രാഷ്ട്രപതി, അതാണ് ആൻസർ വരുന്നത്. ഒരു പഠനാസൂത്രണത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. നമ്മളൊരു ലെസൺ പ്ലാൻ ചെയ്യുവാണെങ്കിൽ അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. മൂല്യനിർണ്ണയത്തിന്, പ്രതികരണങ്ങൾക്ക്, പഠന സഹായിക്ക്, പഠന നേട്ടങ്ങൾക്ക്. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, മൂല്യനിർണ്ണയം നമ്മളൊരു ലെസൺ പ്ലാൻ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ നോക്കുന്നില്ല. മറ്റൊന്ന് പ്രതികരണങ്ങളാണ്. പ്രതികരണങ്ങൾ ലെസൺ പ്ലാൻ തയ്യാറാക്കുമ്പോൾ ഉണ്ടാവില്ല. മറ്റൊരു കാര്യം പഠന സഹായിയാണ്. പഠന സഹായിക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് പഠന നേട്ടങ്ങൾക്കാണ്. സോ നമ്മുടെ ആൻസർ വരുന്നത് പഠന നേട്ടങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരാണ്? ഹു ഈസ് ദ എക്സ് ഒഫീഷ്യൽ ചെയർമാൻ ഓഫ് രാജ്യസഭ? അതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ആരാണെന്ന് നോക്കാം. ഓപ്ഷൻസ്:
രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഉപരാഷ്ട്രപതി, ലോക്സഭ സ്പീക്കർ. ആൻസർ വരുന്നത് ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനായിട്ട് അറിയപ്പെടുന്നത് നമ്മുടെ ഉപരാഷ്ട്രപതിയെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ക്ലാസ് റൂം പഠനമാണ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻസ്: പോസ്റ്ററുകൾ, ഫ്ലോ ചാർട്ടുകൾ, മാതൃകകൾ, ടൈം ലൈൻ. ഇതെല്ലാം നമ്മൾ പഠനത്തിന് വേണ്ടിയിട്ട് ക്ലാസ് മുറികളിൽ ഉപയോഗിക്കാറുള്ളതാണ്. എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് ക്ലാസ് റൂമിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് മാതൃകകളാണ്. നമുക്കറിയാം, കുട്ടികൾക്കൊക്കെ കുറച്ചുകൂടെ മോഡൽസ് കാണിച്ചു കൊടുക്കുമ്പോഴാണ് പഠനം കുറച്ചുകൂടെ എളുപ്പമായിട്ട് വരുന്നത്. ആൻസർ നോക്കാം: മാതൃകകൾ. മാതൃകകൾ ഏറ്റവും ഫലപ്രദമായ ഒരു ക്ലാസ് റൂം പഠന രീതിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? സ്ഥിരം അധ്യക്ഷനാണ്, നമുക്ക് നോക്കാം. സച്ചിദാനന്ദ സിൻഹ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ BR അംബേദ്കർ, സർദാർ വല്ലഭായ് പട്ടേൽ. ഇതിലൊരു കൺഫ്യൂഷൻ വരാം. മേ ബി രാജേന്ദ്ര പ്രസാദ് കൺഫ്യൂഷൻ വരാം, അതുപോലെ തന്നെ BR അംബേദ്കർ ആണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. ആൻസർ വരുന്നത് രാജേന്ദ്ര പ്രസാദ് ആണ്. ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയുടെ സ്ഥിരം ചെയർമാനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ആരെയാണ്? രാജേന്ദ്ര പ്രസാദിനെയാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്നുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടർ BR അംബേദ്കർ പറയണം. ഇതാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ പറയേണ്ടത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ഫ്ലോ ചാർട്ട് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമുക്ക് ഓപ്ഷൻസ് നോക്കാം. വ്യത്യസ്ത ഇനങ്ങളെ തരംതിരിക്കാൻ, സമയരേഖ സംഭവങ്ങൾ ചിത്രീകരിക്കാൻ, ഒരു പ്രക്രിയയെ കാണിക്കാൻ, തത്വങ്ങൾ വിശകലനം ചെയ്യാൻ. ഇതിൽ വ്യത്യസ്ത ഇനങ്ങളെ തരംതിരിക്കാനല്ല, ഈ ഓപ്ഷൻ അല്ല എന്ന് നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് വൺ, സമയരേഖ സംഭവങ്ങൾ ചിത്രീകരിക്കാൻ നമുക്ക് ഒരിക്കലും ഒരു ഫ്ലോ ചാർട്ട് കൊണ്ട് യൂസ്ഫുൾ അല്ല. അതിന് നമ്മൾ ടൈം ലൈനുകളാണ് ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഓപ്ഷൻ വരുന്നില്ല. നെക്സ്റ്റ് വരുന്നത് ഒരു പ്രക്രിയയെ കാണിക്കൽ. അതാണ് നമുക്ക് കുറച്ചുകൂടെ സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത്. യെസ്, നമ്മുടെ ആൻസർ നോക്കാം. ഒരു പ്രക്രിയയെ കാണിക്കലാണ്. ഒന്നിൽ നിന്ന് മറ്റൊന്നിലോട്ട് മാറി മാറി ഒരു പ്രക്രിയ എത്രത്തോളം മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് കാണിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് നമ്മുടെ ഫ്ലോ ചാർട്ട്. ഓക്കെ, ഫ്ലോ ചാർട്ടിന്റെ ഉപയോഗം ഒരു പ്രക്രിയയെ കാണിക്കൽ എന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ പ്രസിഡന്റ് നിയമിക്കുന്നത് ആരെയാണെന്ന് നോക്കാം. ജില്ലാ കളക്ടർ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ചീഫ് സെക്രട്ടറി, റിസർവ് ബാങ്ക് ഗവർണർ. ഇതിൽ ജില്ലാ കളക്ടർ അല്ലാന്ന് നമുക്ക് ഷുവർ ആണ്. പിന്നെ ചീഫ് സെക്രട്ടറി ആവാൻ സാധ്യതയില്ല, റിസർവ് ബാങ്ക് ഗവർണറും അല്ല. അപ്പോൾ ഓപ്ഷൻ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആയിട്ടാണ്. നോക്കാം. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെയാണ് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഭൂപട വായന എന്ന മാനസിക പ്രക്രിയ വരുത്തുന്ന ഭൗതിക തലം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. മാപ്പ് റീഡിങ്ങിലൂടെ നമുക്ക് കിട്ടുന്ന ഇന്റലക്ച്വൽ ലെവൽ ഏതാണെന്ന്. ഓപ്ഷൻ: അറിവ്, ഗ്രഹണം, പ്രയോഗം, വിശകലനം. നോളജ്, അണ്ടർസ്റ്റാൻഡിങ്, ആപ്ലിക്കേഷൻ, അനാലിസിസ് ആണ്. ഇതിൽ നോളജ് അണ്ടർസ്റ്റാൻഡിങ് അല്ലാന്ന് നമുക്ക് മനസ്സിലാവും, ആപ്ലിക്കേഷൻ ഒട്ടും അല്ല നമുക്ക് മനസ്സിലാവും. ബാക്കി വരുന്നത് ഏതാണ്? അനാലിസിസ് ആണ്. നമ്മൾ മാപ്പൊക്കെ അനലൈസ് ചെയ്യാണ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഒരു അറിവെന്ന് പറയുന്നത് വിശകലനമാണ്. വിശകലനത്തിനുള്ള ഒരു കഴിവാണ് നമുക്ക് മാപ്പ് റീഡിങ്ങിലൂടെ സാധ്യമാവുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുട്ടികളുടെ ശ്രദ്ധ ലഭിക്കുന്നതിന് സാമൂഹ്യശാസ്ത്ര ക്ലാസ് മുറിയിൽ അധ്യാപകന് ചെയ്യാവുന്നതാണ്. എന്തൊക്കെയാണ് ഓപ്ഷൻസ് എന്ന് നോക്കാം. വിവിധ പഠന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക. ഓപ്ഷൻ എ. ഓപ്ഷൻ ബി ലെക്ചറിംഗ്. ഓപ്ഷൻ സി ട്യൂട്ടോറിയൽ രീതി. ഓപ്ഷൻ ഡി വ്യാഖ്യാനിക്കൽ. ഇതിൽ ലെക്ചറിംഗ് കൊണ്ട് കുട്ടികളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക സാധ്യമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ട്യൂട്ടോറിയൽ രീതി കൊണ്ടും കാര്യമല്ല. മറ്റൊന്ന് വ്യാഖ്യാനിക്കലാണ്. നമ്മൾ എല്ലാ കാര്യവും വ്യാഖ്യാനിച്ച് പറഞ്ഞു കൊടുത്തത് കൊണ്ട് കുട്ടികളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ സാധ്യമാവണം എന്നില്ല. അപ്പൊ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് ഓപ്ഷൻ എ, വിവിധ പഠന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. വ്യത്യസ്ത പഠന രീതികൾ നമ്മൾ ക്ലാസ്സിൽ കൊണ്ടുവരികയും കുട്ടികൾക്ക് ആ രീതിയിലാണ് പഠിപ്പിക്കുന്നതെങ്കിൽ കുട്ടികളുടെ ശ്രദ്ധ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് തരം നിക്ഷേപങ്ങൾക്കാണ് വാണിജ്യ ബാങ്കുകൾ ഉയർന്ന പലിശ നിരക്ക് നൽകുന്നത്? ഉയർന്ന പലിശ നിരക്ക് നൽകുന്നത് നോക്കാം. സമ്പാദ്യ നിക്ഷേപം, പ്രചലിത നിക്ഷേപം, സ്ഥിര നിക്ഷേപം, ആവർത്തന നിക്ഷേപം. ഇതിൽ ഏറ്റവും കൂടുതൽ പലിശ നിരക്ക് നൽകുന്നത് സ്ഥിര നിക്ഷേപത്തിനാണ്. എന്താണ് ഒരു സ്ഥിര നിക്ഷേപം എന്ന് നമുക്ക് നോക്കാം. ഒരു സ്ഥിര നിക്ഷേപം, അതായത് FD, നമുക്കറിയാം ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എന്നാണ് നമ്മൾ അതിനെ ഇംഗ്ലീഷിൽ പറയാറുള്ളത്. ബാങ്കുകളോ അല്ലെങ്കിൽ നോൺ ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളോ നൽകുന്ന ഒരു സാമ്പത്തിക ഉപകരണമാണ് നമുക്ക് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യം എന്ന് പറയുന്നത്. നോക്കാം, ഇത് നിക്ഷേപക്കാർക്ക് ഒരു സാധാരണ സേവിങ്സ് അക്കൗണ്ടിനേക്കാളും എന്ത് നൽകുന്നുണ്ട്? പലിശ നിരക്ക് നൽകുന്നുണ്ട്. അതായത് ഒരു നിശ്ചിത കാലാവധി വരെ അവർക്ക് കൃത്യമായിട്ടുള്ള, അതായത് വലിയൊരു നിരക്കിൽ തന്നെ പലിശ നൽകുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് രീതി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾസിന്റെ ഒരു സെക്ഷൻ തന്നെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. നോക്കാം നമുക്ക് ഓപ്ഷൻസ്. ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 16, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 14. ഓരോ ഓപ്ഷൻസും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് നമുക്ക് ആദ്യം നോക്കേണ്ടതുണ്ട്. ആർട്ടിക്കിൾ 21 സൂചിപ്പിക്കുന്നത് ജീവിക്കാനുള്ള അവകാശം, റൈറ്റ് ടു ലിവ്, നമുക്കറിയാം. മറ്റൊന്ന് വ്യക്തി സ്വാതന്ത്ര്യമാണ്. മറ്റൊരു കാര്യം പ്രാഥമിക വിദ്യാഭ്യാസം. ആർട്ടിക്കിൾ 21A പ്രകാരം പ്രാഥമിക വിദ്യാഭ്യാസം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റൊന്ന് ആർട്ടിക്കിൾ 16 ആണ് രണ്ടാമത് പറയുന്നത്. ആർട്ടിക്കിൾ 16 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അവസര സമത്വം ഉറപ്പു നൽകുന്നത് ആർട്ടിക്കിൾ 16 ആണ്. നോട്ട് ചെയ്ത് വെക്കണം. അടുത്തത് ആർട്ടിക്കിൾ 19 ആണ് നമ്മൾ അടുത്തൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നത്. ആർട്ടിക്കിൾ 19 റിലേറ്റ് ചെയ്ത് കിടക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ അഭിപ്രായ പ്രകടനവുമായി ബന്ധപ്പെട്ടിട്ടാണ്. മറ്റൊന്ന് ആർട്ടിക്കിൾ 14 ആണ് വരുന്നത്. അത് എല്ലാ പൗരന്മാരും നിയമത്തിന് മുന്നിൽ തുല്യരാണ് എന്ന് കണക്കാക്കുന്ന രീതിയിലാണ് നമ്മുടെ ആർട്ടിക്കിൾ 14 പറയുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിവേചനവും അവിടെ ഉണ്ടാവില്ല, അതെല്ലാം ഒഴിവാക്കപ്പെടുന്നതാണ് എന്നാണ് ആർട്ടിക്കിൾ 14 ഉറപ്പു തരുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ നമ്മൾ കിട്ടിയിട്ടുണ്ട്. ആർട്ടിക്കിൾ 16 ആണ് ഓപ്ഷൻ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തുടരെയുള്ളതും ഇടവിട്ടുള്ളതുമായ മൂല്യനിർണ്ണയം. നമുക്കറിയാം, നമ്മൾ പലതരം ഇവാലുവേഷൻസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഓപ്ഷൻസ് നോക്കാം. സംരചന മൂല്യനിർണ്ണയം, സമഗ്ര മൂല്യനിർണ്ണയം, ക്യുമുലേറ്റീവ് മൂല്യനിർണ്ണയം, അത്യന്തിക മൂല്യനിർണ്ണയം എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് വന്നിട്ടുള്ളത്. ഇതിൽ ആൻസർ വരുന്നത് സംരചന മൂല്യനിർണ്ണയമാണ്. സംരചനാ മൂല്യനിർണ്ണയമാണ് തുടരെയും അതുപോലെ തന്നെ ഇടവിട്ടുള്ളതുമായ മൂല്യനിർണ്ണയം എന്ന് പറയുന്നത്. അത്യന്തിക മൂല്യനിർണ്ണയം നമുക്കറിയാം, ഒരു വർഷത്തിന് അവസാനം എന്ത് ചെയ്യുന്നു, ഒരു വലിയൊരു എക്സാം പോലെ നടത്തിയിട്ട് കുട്ടികൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അതും അതുപോലെ തന്നെ ഫോർമേറ്റീവ് ഇവാലുവേഷനും നമ്മൾ സ്കൂളുകളിൽ നടത്താറുണ്ട്. അപ്പോൾ സംരചനാ മൂല്യനിർണ്ണയമാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നടത്തുന്നത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും പഴക്കം ചെന്ന സാമൂഹ്യ ശാസ്ത്ര ശാഖയാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സാമ്പത്തിക ശാസ്ത്രം, ഓപ്ഷൻ ബി സമൂഹശാസ്ത്രം, ഓപ്ഷൻ സി ചരിത്രം, ഓപ്ഷൻ ഡി നരവംശശാസ്ത്രം. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ സി ചരിത്രമാണ്, ഹിസ്റ്ററിയാണ് നമ്മുടെ സാമൂഹ്യ ശാസ്ത്രത്തിൽ ഏറ്റവും പഴക്കം ചെന്ന ഒരു പഠന വിഭാഗം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതു മാർഗമാണ് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കാവുന്നത്? നമുക്കറിയാം, ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് അവരുടെ പഠനത്തിന് ഏറ്റവും കൂടുതൽ സഹായകമാവുന്നത് ഏതെല്ലാം ഉപകരണങ്ങളാണെന്നാണ് നോക്കാൻ പോകുന്നത്. ഓപ്ഷൻസിലോട്ട് കടക്കാം. വ്യക്തിഗത ബോധനം, അതായത് ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ, വിവര സാങ്കേതിക വിദ്യ ICT, ബഹു ഇന്ദ്രിയ സമീപനം, മൾട്ടി സെൻസറി അപ്രോച്ച്, ലെക്ചറിംഗ്. ഇതിൽ നമുക്ക് ഓപ്ഷൻസിൽ ഫസ്റ്റ് വൺ നോക്കുവാണെങ്കിൽ വ്യക്തിഗത ബോധനം, ഓരോ കുട്ടികൾക്കും പ്രത്യേകമായിട്ട് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുവാണെങ്കിൽ അത് സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അപ്പം നമുക്ക് ഈ ഒരു ഓപ്ഷൻ തോന്നുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വിവര സാങ്കേതിക വിദ്യയാണ്. ICTയുടെ ഉപയോഗം കുട്ടികൾക്ക് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഓപ്ഷൻ ബിയും ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് വൺ ബഹു ഇന്ദ്രിയ സമീപനമാണ്, മൾട്ടി സെൻസറി അപ്രോച്ച് ആണ്. വ്യത്യസ്ത തരത്തിലുള്ള പഠന രീതികൾ അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും എന്താണ്,
വളരെ ഉപകാരപ്രദമായിരിക്കും അവരുടെ പഠനത്തിന്. അതിൽ ഏറ്റവും മാച്ച് അല്ലാതെ നമുക്ക് തോന്നുന്നത് ലെക്ചറിങ് മാത്രമാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഇതിൽ ഒന്നെങ്കിൽ ഓപ്ഷൻ എയും സിയും ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എയും സിയും എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഇത് രണ്ടും ആണ് പറയുന്നത്. ഓപ്ഷൻ എയും സിയും എന്ന് പറയുമ്പോൾ ഓക്കെ, ഓപ്ഷൻ എയും സിയും. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് സിയും ഡിയും പറയുന്നുണ്ട്. തേർഡ് വൺ ഓപ്ഷൻ എ ബി സി പറയുന്നുണ്ട്. ഡി അല്ല, നെക്സ്റ്റ് വൺ ഓപ്ഷൻ എ ഡി പറയുന്നുണ്ട്. അപ്പൊ ഡി വരുന്നതുകൊണ്ട് തന്നെ ഇത് രണ്ടും അല്ലെന്ന് നമുക്ക് ഷുവർ ആയി. ഒന്നെങ്കിൽ എയും സിയും അല്ലെങ്കിൽ എ ബി സി എന്നുള്ള ഓപ്ഷൻസ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. നമുക്കിത് മൂന്നും തോന്നിയിട്ടുണ്ട്. സോ ഓപ്ഷൻ എ ബി സി. സോ ദിസ് മസ്റ്റ് ബി ദ ആൻസർ. നമുക്ക് നോക്കാം. യെസ്, ഓപ്ഷൻ എ ബി സി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഈ മൂന്ന് കാര്യങ്ങളും എന്താണ്? സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾക്ക് പഠനത്തിന് സഹായിക്കുന്ന ഉപകരണങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സാമൂഹ്യശാസ്ത്ര ക്ലാസ് മുറിയിലെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുന്നത് എന്താണെന്ന് നോക്കാം. ഓപ്ഷൻസ്: സാമൂഹ്യശാസ്ത്ര സമീപനം, മറ്റൊന്ന് സെമിനാർ റിപ്പോർട്ട്, സി ഗ്ലോബ്, ഡി പഠനോപകരണങ്ങൾ. ഓപ്ഷന്റെ ആൻസർ നോക്കാം. സെമിനാർ റിപ്പോർട്ടാണ് സാമൂഹ്യശാസ്ത്ര ക്ലാസ് മുറിയിലെ പോർട്ട്ഫോളിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യം. പോർട്ട്ഫോളിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാഠ്യപദ്ധതിയുടെ ഒന്നോ അതിലധികമോ മേഖലകളിൽ ഒരു നിശ്ചിത കാലയളവിൽ വിദ്യാർത്ഥികളുടെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ നേട്ടങ്ങൾ എന്നിവയെ പ്രതിനിധീകരിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരു ചിട്ടയായ ശേഖരമാണെന്ത്? പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അപ്പോൾ പോർട്ട്ഫോളിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്നത് എന്താണ്? സെമിനാർ റിപ്പോർട്ടുകളാണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ ഇതാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ കൂറുമാറ്റ നിരോധന നിയമം പാസാക്കിയത് ഏത് വർഷം? ആന്റി ഡിഫെക്ഷൻ ലോ നമ്മൾ പാസാക്കിയത് ഏത് വർഷമാണെന്ന് നോക്കാം. ഓപ്ഷൻസ്: 1950, 1959, 1980, 1985. 1985 കൂറുമാറ്റ നിയമം നമ്മൾ നിലവിൽ കൊണ്ടുവന്നിട്ടുള്ളത്. കൂറുമാറ്റ നിരോധന നിയമം 1985 പാർലമെന്റ് പാസാക്കുന്നത്. അത് നിലവിൽ വരുന്നത് 2002. ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും വിജയിക്കുകയും എന്നിട്ട് ഒരു ജനപ്രതിനിധി തന്റെ പാർട്ടിയുടെ വിപ്പ് ലംഘിക്കുകയോ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുകയോ ചെയ്യുമ്പോൾ അയാളെ അതിൽ നിന്നും വിലക്കുന്ന ഒരു നിയമമാണ് കൂറുമാറ്റ ലംഘന നിയമം എന്ന് പറയുന്നത്. ഓക്കെ, ഈ നിയമം നിലവിൽ വന്നിട്ടുള്ളത് 2002 അത് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത് 1985 നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചരിത്ര വസ്തുക്കളെ ചെറിയ ഘടകങ്ങളാക്കി വിശകലനം ചെയ്യുന്നതിനെ പറയുന്നത് എന്താണ്? നോക്കാം. ഓപ്ഷൻസ്: പാഠാസൂത്രണം, മൂല്യനിർണയം, ഉദ്ഗ്രഥിതം, അപഗ്രഥനം. നമുക്കറിയാം പാഠാസൂത്രണം ലെസൺ പ്ലാൻ എന്നല്ല നമ്മൾ അതിനെ പറയുന്നത്, ഇവാലുവേഷനും അല്ല. പിന്നെ ഇന്റഗ്രേഷൻ ആൻഡ് അനാലിസിസ് നമുക്കൊരു ഡൗട്ട് വരാവുന്നതാണ്. ഓപ്ഷൻ നോക്കാം. അപഗ്രഥനം, അനാലിസിസ് ആണ് അവിടെ പാഠഭാഗങ്ങളെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളാക്കിയിട്ട് നമ്മൾ അതിനെ വിശകലനം ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ അപഗ്രഥനമാണ് അതിന് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാമൂഹ്യശാസ്ത്ര പഠന ക്ലാസ് മുറി അന്തരീക്ഷത്തിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഒരു സാമൂഹ്യശാസ്ത്ര ക്ലാസ് മുറി എങ്ങനെയായിരിക്കണം എന്ന് നമുക്കറിയാം. അതിൽ ഉൾപ്പെടാത്തതാണ് നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. ഓപ്ഷൻസിലോട്ട് കടക്കാം. വിദ്യാർത്ഥി കേന്ദ്രീകൃതമായിരിക്കണം, പ്രവർത്തനാധിഷ്ഠിതമായിരിക്കണം, പാഠപുസ്തക കേന്ദ്രീകൃതമായിരിക്കണം, നെക്സ്റ്റ് പങ്കാളിത്ത സമീപനം ഉണ്ടായിരിക്കണം. അപ്പോൾ സാമൂഹ്യശാസ്ത്ര പഠന ക്ലാസ് റൂം നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് പറയാം, വിദ്യാർത്ഥി കേന്ദ്രീകൃതമായിരിക്കണം. നമുക്കറിയാം ആണ്, അങ്ങനെ തന്നെയാണ് വേണ്ടത്. മറ്റൊന്ന് പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലായിരിക്കണം. അപ്പോൾ ഇതും നമുക്ക് ഓപ്ഷൻ ആയിട്ട് പറയാം. മറ്റൊന്ന് പങ്കാളിത്ത സമീപനം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പാഠപുസ്തക കേന്ദ്രീകൃതമായിരിക്കണം. അപ്പോൾ പാഠപുസ്തക കേന്ദ്രീകൃതം എന്നുള്ളതാണ് നമുക്ക് അതിൽ അല്ലാത്തതായിട്ട് തോന്നുന്നത്. ഓപ്ഷൻ നോക്കാം. പാഠപുസ്തക കേന്ദ്രീകൃതമാണ് നമ്മുടെ ആൻസർ അല്ലാതെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സോഷ്യൽ സയൻസ് ക്ലാസ് റൂമിൽ ഒരിക്കലും എന്താവാൻ പാടില്ല? പാഠപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ക്ലാസ് മുറി ആവാൻ പാടില്ല. ബാക്കിയുള്ള മറ്റു ഓപ്ഷനുകളൊക്കെ കറക്റ്റ് ആണ്. ഇത് മാത്രമാണ് നമുക്ക് അതിൽ കൂട്ടത്തിൽ പെടാത്തതായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ആൻസർ ആയിട്ട് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭൂമിയുടെ ഉപരിതലത്തിന്റെ ദ്വിമാന പ്രാതിനിധ്യമാണ്. ഓപ്ഷൻസിലോട്ട് കടക്കാം.
ഗ്ലോബ്, ഫിലിം, വിഷ്വലുകൾ, മാപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 3D വിഷ്വൽ ആണ് ഗ്ലോബ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ 2D വിഷ്വൽ, അതായത് ദ്വിമാന വിഷ്വൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ മാപ്പാണ്. ആൻസർ നോക്കാം. മാപ്പാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജ് ആരായിരുന്നു? ഓപ്ഷൻസ് നോക്കാം. രഞ്ജന ദേശായ്, ഇന്ദു മൽഹോത്ര, സുജാത മനോഹർ, ഫാത്തിമ ബീവി. ഫാത്തിമ ബീവി ആണ് ഓപ്ഷൻ കറക്റ്റ് ആൻസർ വരുന്നത്. ഫാത്തിമ ബീവി സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നഗരങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഭരണഘടനാ ഭേദഗതി ഏത്? നഗരങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. നമുക്ക് നോക്കാം. ഓപ്ഷൻ 73-ാം ഭേദഗതി, 74-ാം ഭേദഗതി, 42-ാം ഭേദഗതി, 44-ാം ഭേദഗതി. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് 74-ാം ഭേദഗതിയാണ്. അപ്പോൾ ഓരോ ഭേദഗതികളും എന്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നമുക്ക് നോക്കാം. 73-ാം ഭേദഗതി കണക്ട് ചെയ്തിരിക്കുന്നത് പഞ്ചായത്തുകൾക്ക് ഭരണഘടനാപരമായിട്ടുള്ള ഒരു അംഗീകാരം നൽകുന്നതാണ്. അപ്പൊ പഞ്ചായത്തുകളുടെ ഒരു അധികാരവുമായി ബന്ധപ്പെട്ടിട്ടാണ് 73-ാം ഭേദഗതി ഉള്ളത്. 74-ാം ഭേദഗതി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നഗരങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റിന് എന്ത് കൊടുക്കുന്നു? ഭരണഘടനാപരമായിട്ടുള്ള ഒരു അംഗീകാരം കൊടുക്കുന്നു. അതായത് മുനിസിപ്പാലിറ്റികൾക്ക് എന്ത് കൊടുക്കുന്നു? ഭരണഘടനാപരമായിട്ടുള്ള ഒരു അംഗീകാരം കൊടുക്കുന്നു. അടുത്തത് 42-ാം ഭേദഗതിയാണ്. 42-ാം ഭേദഗതിയെ നമ്മൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അതില് മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത് ഈ ഒരു 42-ാം ഭേദഗതിയിലാണ്. മാത്രമല്ല നമ്മൾ കുറച്ച് വാക്കുകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. സോഷ്യലിസം, അതുപോലെ തന്നെ മതേതരത്വം, അതുപോലെ തന്നെ അഖണ്ഡത. ഈ 3 വാക്കുകളും നമ്മൾ 42-ാം ഭേദഗതി പ്രകാരമാണ് കൂട്ടിച്ചേർത്തിട്ടുള്ളത്. മറ്റൊന്ന് 44-ാം ഭേദഗതി എന്തുമായി കണക്ട് ചെയ്തിട്ടാണെന്ന് നോക്കാം. സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തുകൊണ്ടാണ് 44-ാം ഭേദഗതി പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓരോ ഭേദഗതികളും റിലേറ്റ് ചെയ്ത് കിടക്കുന്നത്. നമ്മുടെ കറക്റ്റ് ആൻസർ വന്നിട്ടുണ്ടായിരുന്നത് 74-ാം ഭേദഗതിയാണ്. അതായത് മുനിസിപ്പാലിറ്റികൾക്ക് എന്ത് കൊടുക്കുന്നു? ഭരണഘടനാപരമായിട്ടുള്ള അംഗീകാരം കൊടുക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എഡ്ഗർ ഡയലിന്റെ അഭിപ്രായത്തിൽ ഏറ്റവും ഫലപ്രദമായ പഠന ഉപകരണം ഏത് എന്നാണ് നോക്കാൻ പോകുന്നത്. ഓപ്ഷൻസ് നോക്കാം. ചലിക്കുന്ന ചിത്രങ്ങൾ, ദൃശ്യബിംബങ്ങൾ, പ്രത്യക്ഷ അനുഭവങ്ങൾ, വാച്യബിംബങ്ങൾ. അപ്പോൾ ഓരോ ഓപ്ഷൻസ് നോക്കാം. നമ്മൾ മോഷൻ പിക്ചർ, വിഷ്വൽ സിംബൽ, ഡയറക്റ്റ് പേർപ്പസ്ഫുൾ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ വെർബൽ സിസ്റ്റം. കറക്റ്റ് ആൻസർ നോക്കുവാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പ്രത്യക്ഷ അനുഭവങ്ങളാണ്, അതായത് നേരിട്ടൊരു കുട്ടി അനുഭവിച്ചറിയുന്നതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പഠന രീതി എന്നാണ് ഡയലിന്റെ അഭിപ്രായത്തിൽ പറയുന്നത്. ഡയലിന്റെ ഗവേഷണം അനുസരിച്ച് ഏറ്റവും ഫലപ്രദമായ രീതികളിൽ ഒന്നാണ് പ്രത്യക്ഷ അനുഭവങ്ങളിലൂടെയുള്ള പഠനം. കുട്ടികൾ അങ്ങനെ പഠിക്കുമ്പോഴാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് പഠനം വരുന്നത് എന്നാണ് ഡയൽ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്മരിക്കുക എന്നത് സ്പഷ്ടീകരണമായി വരുന്നത് ഏതാണെന്ന് നോക്കാം. നമ്മുടെ ബ്ലൂംസ് ടാക്സോണമി പ്രകാരം ഏതിലാണ് റീകോൾ എന്ന് പറഞ്ഞത് വരുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. ഓപ്ഷൻസ്: ഗ്രഹണം, കംപ്രഹെൻഷൻ, അറിവ്, നോളജ്, പ്രയോഗം, ആപ്ലിക്കേഷൻ, വിശകലനം, അനാലിസിസ്. ഇതിൽ വരുന്നത് അറിവിലാണ് നമ്മുടെ സ്മരിക്കുക അഥവാ റീകോൾ എന്ന് പറയുന്നത് പെടുന്നത്. സ്മരിക്കുക എന്നത് സ്പഷ്ടീകരണമായി വരുന്നത് അറിവിലാണ്, വിച്ച് മീൻസ് നോളജിലാണ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ 2023 മാർച്ചിൽ കേട്ടറ്റ് കാറ്റഗറി 2 സോഷ്യൽ സയൻസിലെ ക്വസ്റ്റ്യൻസ് വരുന്നത്. താങ്ക് യു.